വന്നിരിക്കുന്നത്. അതായത് ഞാനൊരു ബ്രാൻഡ് ചൂസ് ചെയ്തിട്ടുണ്ട്. ആ ബ്രാൻഡിൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് റിവ്യൂ ഒക്കെ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ കാണുന്നതിനോടൊപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോസ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഗുഡ് വൈബ്സിൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. ആ ഗുഡ് വൈബ്സ് എന്ന ബ്രാൻഡിൻ്റെ കുറച്ച് പ്രോഡക്റ്റാണ് ഞാനിന്നിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് എന്താണെന്ന് പരിചയപ്പെടാം. ആദ്യം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഗുഡ് വൈബ്സിൻ്റെ ഫേസ് വാഷാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഗുഡ് വൈബ്സ് നല്ലൊരു പാക്കേജ്, ഗോൾഡ് കവറിംഗ് ഒക്കെ വന്നിട്ട് നല്ലൊരു പാക്കേജാണ് ഇതിൻ്റേത്. ഗുഡ് വൈബ്സിൻ്റെ അല്ലെങ്കിലും നല്ലൊരു പാക്കേജ് തന്നെയാണ്. പക്ഷേ ഇതിന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ പുഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതുവഴി വരെയല്ലേ ചെയ്യുന്നത്, ഇത് വർക്കാവത്തില്ല. ഇതെനിക്ക് മേടിച്ച സമയത്ത് കവർ പൊട്ടിച്ച സമയത്ത് എനിക്ക് അങ്ങനെയാണ്. ഞാൻ കുറേ റിപ്പയർ ചെയ്യാനൊക്കെ നോക്കി. അതുവഴി എനിക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് നഷ്ടമായതല്ലാതെ എനിക്കിത് ശരിയാക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പം കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ അകത്തുള്ള സാധനം പൊളിയാണ്, നമ്മളത് നോക്കിയാൽ പോലെ. അപ്പോൾ എന്തോ ഒന്നും മിസ്സായി ഡാമേജ് ആയിരുന്നത് എനിക്ക് തന്നെ കിട്ടി. അപ്പോൾ അങ്ങനെയാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഫേസ് വാഷാണ്. ഇത് ചാർക്കോളിൻ്റെ ആണ്. ഒരു അടിപൊളി ഫേസ് വാഷാണ്. ഇപ്പോൾ ഇത് ഏകദേശം ഇത് തീരാറായി, ഇതുവരെ എങ്ങാണ്ടോ ആയി. 1 മാസത്തിൽ കൂടുതലായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു അടിപൊളി ഫേസ് വാഷാണ്. ഫേസിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അതുപോലെ ഡീപ്പായിട്ടൊരു ക്ലീനിങ് ഇത് കിട്ടുന്നുണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഈ ചാർക്കോളിൻ്റെ എല്ലാ പ്രോഡക്റ്റ്സും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് ബ്രാൻഡ് ആയാലും ചാർക്കോളിൻ്റെ ആണെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം എനിക്ക് ഒരുപാട് റിസൾട്ട് തരുന്ന ഒരു സംഭവമാണത്. ഓക്കെ, അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. എടുക്കുന്നത് ഇപ്പോൾ ഇങ്ങനെയാണ്. തൽക്കാലം ഇങ്ങനെയാണ് എടുക്കാൻ പറ്റുക എനിക്ക്, അല്ലാതെ വേറെ വഴിയില്ല. ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. അതുപോലെ അതങ്ങ് അടച്ചു വെച്ചില്ലെങ്കിൽ പണിയും. കാറ്റ് കയറിയാൽ പിന്നെ പ്രോഡക്റ്റ് കൊള്ളത്തില്ല. അപ്പോൾ കൈ ഞാൻ നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കയ്യോ ഫേസോ ഏതെങ്കിലും ഒന്ന് വെറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ക്രീം നന്നായിട്ട്, അതായത് ഫേസ് വാഷ് നന്നായിട്ട് നമ്മുടെ കയ്യിലിട്ടെന്ന് തന്നെ നന്നായിട്ട് സ്മാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ചെറിയ മസാജോട് കൂടി ആണ് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്ലൈ ചെയ്തിട്ടൊരു 2-3 സെക്കൻഡ് ഒന്ന് ഒരു നല്ല മസാജ് കൊടുത്താൽ അത്രയും നല്ലതാണ്. ഇതിനധികം മണമൊന്നുമില്ല കേട്ടോ. ഒരു ചാർക്കോളിൻ്റെ ആ ഒരു സ്മെല്ല്, പ്രത്യേകിച്ച് വേറെ സ്മെല്ലൊന്നുമില്ല. നല്ലൊരു കിട്ടിലായിട്ടുള്ളൊരു ഫേസ് വാഷാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫേസ് വാഷാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് പെട്ടെന്ന് തീർന്നതും. ഇത് ആക്ടിവേറ്റഡ് ചാർക്കോളാണ്, ഡീപ്പ് ക്ലെൻസിങ് ഫേസ് വാഷാണ്. ഇതൊരു 120 ml ആണ്. 120 ml 195 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എക്സ്പയറി ഡേറ്റ് ഒക്കെ ഇതിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസ് വാഷ് കഴിഞ്ഞു. ഞാൻ നന്നായിട്ട് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. റബ്ബ് ചെയ്ത് നമ്മൾ ഫേസ് ക്ലീൻ ചെയ്യാൻ പാടില്ല. ഒരു നല്ല കോട്ടൺ തുണിയിട്ട് ഒന്ന് ഡാബ് ചെയ്ത് പതുക്കെ ഡാബ് ചെയ്തിട്ട് തുടച്ചെടുക്കുക. എനിക്ക് ഫേസ് വാഷ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം ഫേസിന് കിട്ടിയിട്ടുണ്ട്. അതായത് നല്ല മോയ്സ്ചറൈസിങ് ഫീലാണ്. നമുക്ക് ഫേസ് പെട്ടെന്ന് ഡ്രൈ ആക്കി കളയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗുഡ് വൈബ്സിൻ്റെ ആക്ടിവേറ്റഡ് ചാർക്കോളിൻ്റെ തന്നെ സ്ക്രബാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. സ്കിൻ എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബാണ്. ഇതൊരു 50 ഗ്രാമിൻ്റെയാണ്. ഇതിനും അങ്ങനെ പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല. ഇതിൽ ബോട്ടിൽ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട് നോ പാരബൻസ്, നോ സൾഫേറ്റ് എന്ന്. ഓക്കെ, ഇത് ഇത്രയും അത് തീർന്നു. ഞാൻ നന്നായിട്ട് തന്നെ അത് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ വീക്കിലും യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ പിന്നെ ഒരു കാര്യം, അധികം ഇങ്ങനെ സ്ക്രബിൻ്റെ തരികളില്ലേ, അത് അധികമായിട്ടില്ല. എന്നാലും നമ്മൾ ഇത്തിരി ഒന്ന് നമ്മൾ പുഷ് ചെയ്ത് സ്ക്രബ് ചെയ്താൽ നമ്മുടെ സ്കിന്നിനൊന്നും പറ്റുന്ന രീതിയിലുള്ള തരികളൊന്നും അതിലില്ല. അപ്പോൾ നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ എവിടെയാണോ കൂടുതലുള്ളത് അവിടെയൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സ്ക്രബ് ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ കൈ ഒന്ന് ജസ്റ്റ് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. തീരെ സ്കിന്നും പ്രോഡക്റ്റൊക്കെ ഡ്രൈ ആയി പോലെ നമ്മളത് സ്കിന്നിനത് പോറിൽ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഇതൊരു പിമ്പിൾസൊക്കെ ഉള്ള ആൾക്കാർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രബ്ബറാണ്. ഞാൻ പറഞ്ഞല്ലോ, തരികൾ അധികം ഇല്ല, അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും.
ഒരു 2-3 മിനിറ്റ്സ് ഞാൻ നന്നായിട്ട് മസാജ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും ഒരു 2-3 മിനിറ്റ്സ് നിങ്ങൾക്ക് പറ്റുന്നത്ര നേരം ഒരു മസാജ് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഒരു സോഫ്റ്റ്നെസ്സാണ് സ്കിന്നിന് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ റിമൂവ് ആയപ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, ഗ്ലേസിങ് ആയിട്ടുണ്ട്. എൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, എൻ്റെ ഫേസിൽ ചെറിയൊരു ഒരു ഗ്ലാസ് ടൈപ്പ് ഒരു ഫിനിഷിങ് കിട്ടുന്നുണ്ട് എൻ്റെ ഫേസിന്. ഇനി നന്നായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറുതായിട്ട് ഡാബ് ചെയ്ത് മാത്രം ഒന്ന് തുടച്ചെടുക്കുക. സ്ക്രബിന് ശേഷവും ഫേസ് ഡ്രൈ ആവുന്നില്ല, നല്ലൊരു മോയ്സ്ചറൈസ് ഫീൽ തന്നെയാണ് ഫേസിനുള്ളത്. ഒരു പ്ലമ്മി ഫീലും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗുഡ് വൈബ്സിൻ്റെ തന്നെ ഒരു ഫേസ് ഷീറ്റാണ്. അവക്കാഡോയുടെ ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ഈ ഫേസ് ഷീറ്റിനെ കുറിച്ചിട്ട്, ഫേസ് മാസ്കിനെ കുറിച്ചിട്ട് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞാൻ വീഡിയോയുടെ അവസാനം അതിൻ്റെ ഇതിട്ടേക്കാം കേട്ടോ, ലിങ്ക് ഇട്ടേക്കാവേ. അപ്പോൾ നമ്മൾ അത് ഓപ്പൺ ചെയ്തു. അതൊരു 4ആയിട്ടാണ് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മെല്ലെയായി എടുക്കാവുള്ളൂ, അതൊന്നും കയറി പോകാൻ പാടില്ല. അത് ഈ ഒരു വെഴുവെഴുപ്പാണ് കേട്ടോ, നമ്മളെ ജെൽ ടൈപ്പാണ്. അലോവേരയൊക്കെ എടുക്കുന്നില്ലേ, നമ്മൾ ഒറിജിനൽ അലോവേര എടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലാണ് കേട്ടോ അതിൽ. അത് നന്നായിട്ടൊന്ന് ഓപ്പൺ ചെയ്യുക. അത് നമ്മുടെ അപ്പോൾ തന്നെ അറിയാൻ പറ്റും, നമ്മുടെ കണ്ണിൻ്റെ ഭാഗവും മൂക്കും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് നന്നായിട്ട് ചുളിവുകളില്ലാതെ ഫിനിഷിംഗ് ആയിട്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതൊരു 50 to 20 മിനിറ്റ്സ് നമുക്കിത് വെയിറ്റ് ചെയ്യണം, ഫേസിൽ തന്നെ വച്ചിരിക്കണം. അപ്പോൾ ആ നേരം നമുക്ക് കുറച്ച് പാട്ട് കേട്ടാലോ. അങ്ങനെ ഞങ്ങൾ ഒരു പാട്ടൊക്കെ കേട്ടു. 20 മിനിറ്റ്സ് ആണ് കേട്ടോ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഫ്റ്റർ 20 മിനിറ്റ്സ് ഞാനത് റിമൂവ് ചെയ്യുകയാണ്. റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എൻ്റെ ഫേസിലെ ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, നല്ല ഗ്ലേസി ആയിട്ട് നല്ല ഫേസിലേക്ക് അതെല്ലാം നമ്മുടെ ഡീപ്പായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് അത് ഇറങ്ങി ചെന്നിട്ടുണ്ട്, അതിൻ്റെ ലിക്വിഡ്. എന്നിട്ട് ഞാൻ അതിൻ്റെ ആ ലിക്വിഡ് അതിൽ നിന്നും വീണ്ടും അതിലിരിപ്പുണ്ട്, അതിനെ ഞാനൊന്ന് എടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊരു മസാജ് കൂടെ കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ചെറിയൊരു മസാജ് കൊടുത്തിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റബ്ബ് ചെയ്ത് തുടയ്ക്കാണ്ട് നന്നായിട്ട് ഡാബ് ചെയ്ത് തുടയ്ക്കുക. ഇപ്പോൾ ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നെസ്സും ഒരു സ്മൂത്ത്നെസ്സും ഒക്കെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പ്ലമ്മി ഫീലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗുഡ് വൈബ്സിൻ്റെ റോസ് ഹിപ്പ് റേഡിയൻറ്റ് ഗ്ലോ ഫേസ് സെറാണ് കേട്ടോ. ഇതൊരു അടിപൊളി സെറാണ്, ഇത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ, ഒരു മേക്കപ്പ് വീഡിയോയിൽ ഒരു സിറം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിറത്തിനെ കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ഇടാവോ എന്ന്. അപ്പോൾ അത് ഏത് സിറമാണ്, എന്താണ് അതിൻ്റെ യൂസ് എന്നൊക്കെ ചോദിച്ചു. കുറച്ചേറെ മെസ്സേജസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഈ സിറം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിറം എന്താണ്, ഇതിൻ്റെ യൂസ് എന്താണ്, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എപ്പോഴൊക്കെ യൂസ് ചെയ്യാം, ഇത് അത്യാവശ്യമാണോ എന്നൊക്കെയുള്ള കൂടുതൽ നിങ്ങളുടെ സംശയങ്ങളുടെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഒരു 4 ഡ്രോപ്പ് വരെ ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ചെറിയൊരു മസാജ് കൂടെ കൊടുത്തിട്ട് നമുക്ക് ഫേസിനെ അങ്ങ് വിടാവുന്നതാണ്.
ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്ഥലം നമ്മുടെ ഡീപ്പായിട്ട് നമ്മുടെ സ്കിന്നിൽ ഇറങ്ങി ചെന്നിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഫേസിലെ ചുളിവുകൾ, കറുത്ത പാടുകളൊക്കെ റിമൂവ് ചെയ്യാൻ വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ ഇത് നമ്മൾ നൈറ്റ് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ, അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.